ഓൾമോസ്റ്റ് ഒരു 15 വർഷം മുമ്പായിരുന്നു, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യം. It is very beautiful to give everyone in our life. ഫസ്റ്റ് ഒരു ചെറിയ കുട്ടിക്ക് ക്യാൻസർ ആയിട്ടൊക്കെ. I feel really good about this. Like I did something good. 5 മിനിറ്റത്തെ ടൈം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പലതും നേടാനോ. ഇവര് കുറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. Well, honestly, I was scared at first, but then later on, I just thought it was for a good cause. So, And I was very determined. I wanted to do this. നല്ല കാര്യം ചെയ്തോളൂ തോന്നുന്നു. ഇറ്റ് ഈസ് ഗിവിംഗ് എ ന്യൂ ലൈഫ് ഫോർ അനദർ പേഴ്സൺ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടിയാണ് ഇവിടുത്തെ ക്യാമ്പിൻ്റെ മെസ്സേജ് കിട്ടിയത്. I'm pretty sure I'm going to do it a lot more time. എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ഡൊണേറ്റ്സ് നമ്മൾ വളണ്ടറിയായിട്ട് വരാൻ വളരെ ചുരുക്കമാണ്. പേഷ്യൻ്റെ റിലേറ്റീവ്സാണ് നേരത്തെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. മിലിറ്ററിയിലാണെങ്കിൽ ഒരു യൂണിറ്റ് ബ്ലഡ് കൊടുത്താൽ അന്ന് ഏതാണ്ട് 70-72 അല്ലെങ്കിൽ 80 വരെയൊക്കെ 20 രൂപയാണ് കൊടുക്കുന്നത്. ഏത് പേഷ്യൻ്റാണ് ബ്ലഡ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ വെളിയിൽ പോയില്ല, അവരെ ക്യാൻവാസ് ചെയ്യും. പക്ഷേ അവർ പെയ്ഡ് ഡോണറാണ്, അപ്പോൾ പൈസ കിട്ടാതെ അവർ പോയില്ല. ഒന്നാമത് അവർ മെൻ്റലി വറീഡായിട്ടിരിക്കുന്ന ആളുകളാണ്. അവർക്കിപ്പം ജോലിയിൽ നിന്ന് വരുന്നവർക്ക് മലയാളം അറിയത്തില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല, അല്ലെങ്കിൽ ഹിന്ദി അറിയാം. അവരോടൊപ്പം ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ വെളിയിൽ പോയിട്ട് ഈ ബ്ലഡ് ഡോണറെ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ തോന്നി. ഇറിറ്റേഷൻ അല്ല, അവർക്കൊരു പ്രയാസം തോന്നി. കാരണം വെച്ചാൽ അവർക്ക് ഈ Socialize in collaboration with Blood Donors of Kerala and ഇത് ചെയ്യുന്നത്. They motivate people. They inspire them to give blood. They conduct camps in malls and all. ഫേസ്ബുക്ക് ആൻഡ് വേറൊരു മീഡിയ ഇല്ല. ചില ഡോണറൊക്കെ അവിടെ വരും. രാവിലെ ഒരു ചായക്ക് പോലും ഇതിനു വേണ്ടി എല്ലാവർ വരുന്നത്. ഇപ്പം ഞങ്ങൾ ആട്ടോറിക്ഷ അയക്കാം അല്ലെങ്കിൽ വണ്ടി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂടെ അവർക്ക് അതൊന്നും വേണ്ട. അവർ സ്വന്തം മനസ്സാലെ വന്ന് ബ്ലഡ് കൊടുത്തിട്ട് പോകും. നിങ്ങൾ പൈസക്ക് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പക്കൽ നിന്നും നിങ്ങൾക്ക് ബ്ലഡ് ഉണ്ടാവില്ല. ബ്ലഡ് ഡൊണേഴ്സ് കേരളേൻ്റെ ഹെഡ് വിനോദ് ഭാസ്കരൻ ഇന്നും ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യണത്. രക്തം കിട്ടാതെ ഒരാളും മരിക്കരുതെന്ന ഞങ്ങളുടെ ആവശ്യം. 450 മില്ലി രക്തം അവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവനാണ് റിയൽ ഹീറോ. രക്തം ഹൃദയത്തിൽ നിന്നൊരു സമ്മാനം. ഒരു 3 മാസം കൊണ്ടിട്ട് ഒരു 1800 സംതിങ് ഹീറോസിനെ ഞങ്ങൾ പവർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും നമ്മൾ കുറേ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് ആവശ്യം വരുമ്പോൾ മാത്രമല്ല ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്, ഞാൻ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. ഈ പണ്ടത്തെ ഈ പെയ്ഡ് ഡോണർക്ക് മാറിക്കഴിഞ്ഞിട്ട് ഒരു വളണ്ടറി ഡോണറുടെ കേസ് തുടങ്ങാം. So let's save lives by donating blood.